ഇവനെവിടെ കൊണ്ടുവരാൻ ഏറെ സമയമെടുക്കുന്നു. നവാബ് സാബ്, ഇവനെ കീഴടക്കാൻ കുറെ സമയം വേണ്ടി വന്നു. എന്താണ് കൽപ്പന? ഇവനെ തുണ്ടം തുണ്ടമാക്കണോ സാഹേബ്? വേണ്ട, ഇവനുള്ള ശിക്ഷ നാം തന്നെ നൽകും. ശ്രദ്ധിച്ചു കേൾക്കൂ. കാന്ത വരുന്നതിന് മുമ്പ് തന്നെ ഇവനെ വധിച്ച് കുഴിച്ചു മൂടണം. കൃഷ്ണ, കൃഷ്ണ, ഇതെന്ത് പറ്റി കൃഷ്ണ? കൃഷ്ണ, എന്ത് പറ്റി കൃഷ്ണ? അരുത്, അരുത് കൃഷ്ണ, എന്നെ വിട്ടു പോകരുത്. അസലം ഖാൻ, നീ മനുഷ്യനല്ല, മൃഗമാണ്. നീ എനിക്ക് രാത്രി 12 വരെ സമയം തന്നിരുന്നില്ലേ? എന്നിട്ട് പണി 12 ആയിട്ടില്ലല്ലോ. എന്റെ കൃഷ്ണന്റെ ജീവന് വേണ്ടി നിന്റെ ആജ്ഞ അനുസരിക്കാൻ തീരുമാനിച്ച ശേഷമാണ് ഞാൻ ഇവിടെ എത്തിയത്. കൃഷ്ണനേക്കാൾ വലുതായി എനിക്കൊന്നുമില്ല, മറ്റൊന്നുമില്ല. എന്നിട്ട് നീ അസ്ലം, നിനക്ക് ചെയ്യാനുള്ളത് നീ ചെയ്തു കഴിഞ്ഞു. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക. നിനക്ക് ഈ കാന്തയെ ഒരിക്കലും ലഭിക്കില്ല. ഞാൻ കൃഷ്ണനോടൊപ്പം യാത്രയാവുകയാണ്. ഇനി ഞാൻ എന്തിനു ജീവിക്കണം? ഞാൻ കൃഷ്ണനോടൊപ്പം പോവുകയാണ്. നിനക്ക് ഇവിടെ നിന്നും പുറത്തു പോകാൻ കഴിയില്ല കാന്ത. ആർക്കെന്നെ തടയാൻ കഴിയും? നിനക്കോ അതോ ഈ ഭീരുക്കൾക്കോ? അപ്രകാരം നാം വേർപിരിയപ്പെട്ടു. പക്ഷെ സന്ധിക്കാനുള്ള മോഹം ബാക്കിയായി. എന്റെ ആത്മാവ് അലഞ്ഞുകൊണ്ടേയിരുന്നു നിങ്ങൾക്ക് വേണ്ടി. പക്ഷെ നമ്മെ വേർപെടുത്തിയവൻ, നിങ്ങളെ കൊല ചെയ്തവൻ, എന്നെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചവൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നിനക്ക് നീതി ലഭിച്ചിരിക്കും കാന്ത. നവാബ് അസ്ലം ഖാൻ കൃഷ്ണന്റെ ഘാതകനാണ്. നിന്നെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതും അയാളാണ്. അയാൾക്ക് അതിനുള്ള ശിക്ഷ ലഭിച്ചേ തീരൂ. അയാൾക്ക് ശിക്ഷ ലഭിക്കണം, എങ്കിലേ എന്റെ ആത്മാവിന് ശാന്തി ലഭിക്കൂ. അയാൾ എന്റെ പ്രേമത്തെ ചവിട്ടിയരച്ചു, എന്റെ ആത്മനാഥനെ വധിച്ചു. ഇന്നും എന്റെ ആത്മാവ് അലയുകയാണ്. നീ വിഷമിക്കരുത് കാന്ത. അസ്ലം ഖാന് ശിക്ഷ തീർച്ചയായും ലഭിച്ചിരിക്കും. ഹുസൂർ, നിങ്ങൾക്ക് പോകാം. ശരി. ജബ്ബാർ, ആരാ? ഹുസൂർ, ഞാനാ ജബ്ബാർ. ഇതെല്ലാം എന്താണ്? അറിയില്ല ഹുസൂർ, പെട്ടെന്ന് കാറ്റടിച്ചു തുടങ്ങി. കൊടുങ്കാറ്റാണെന്നാ തോന്നുന്നത്. ഈ വെട്ടവും നമ്മെ കളിപ്പിക്കുക. അതുകൊണ്ടാണ് ഞാൻ വിളക്കെടുത്തത്. അകത്ത് ശരി ഹുസൂർ. വേഗം പോയി കറണ്ട് എപ്പോ വരും നോക്ക്. ശരി ഹുസൂർ.
വന്ദനം സ്വീകരിക്കും നവാബ് സാബ്. കൃഷ്ണൻ നവാബ് സാഹിബ്, കാന്ത, വളരെ നന്ദി. പേരെങ്കിലും ഓർമ്മയുണ്ടല്ലോ. ജബാർ, ജബാർ. എന്തിനാണ് അയാളെ വിളിക്കുന്നത് നവാബ് സാബ്? ഞങ്ങൾ രണ്ടാളും അങ്ങേ സേവിക്കാനുണ്ടല്ലോ. ഇങ്ങനെ കൊടുങ്കാറ്റുള്ളപ്പോ നൃത്തം കാണാൻ അങ്ങ് താല്പര്യം കാണിക്കാറില്ലേ? നവാബ് സാഹിബ്, അങ്ങയുടെ മുഖം വല്ലാതെ വിളറിപ്പോയല്ലോ. പണ്ട് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇല്ല, ഞാൻ ഭയന്നിട്ടില്ല. ഇതെല്ലാം എന്റെ തോന്നല. നിങ്ങൾ പ്രേതങ്ങളാണ്. അല്ല നവാബ് സാബ്, എന്നെ മറന്നോ? ഞാൻ